കൊല്ലം സമ്മേളനത്തിൽ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ MV ഗോവിന്ദന് റെയിൽവേ സ്റ്റേഷനിൽ പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണം. ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മൂന്നാം LDF സർക്കാരിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അതിന് സഹായകമായ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദന് ഇത് രണ്ടാം ഊഴമാണെങ്കിലും സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയുടെ ആദ്യ ടേമാണ്. കൊല്ലം സമ്മേളനത്തിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കണ്ണൂരിൽ എത്തിയ MV ഗോവിന്ദന് പാർട്ടി പ്രവർത്തകർ നൽകിയത് ആവേശകരമായ സ്വീകരണം. രാവിലെ 8 മണിയോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ MV ഗോവിന്ദനെ ഷാൾ അണിയിച്ചും മാല ചാർത്തിയുമാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ തുടർഭരണം എന്ന ചരിത്രം സൃഷ്ടിക്കാൻ LDFന് കഴിഞ്ഞു. ഇപ്പോൾ മൂന്നാം LDF സർക്കാരിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അതിന് സഹായകമായ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് കൊല്ലം സമ്മേളനം സാക്ഷ്യം വഹിച്ചതെന്നും സ്വീകരണത്തിന് നന്ദി പറയവേ MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൊല്ലം സമ്മേളനം ചരിത്രത്തിൽ ഇടനേടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്മേളനത്തിന്റെ സാധാരണ അജണ്ടയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തെ പുതുക്കി പണിയാൻ ഒരു നവ കേരളം സൃഷ്ടിക്കാൻ വികസിതവും അർദ്ധവികസിതവുമായ 400 വർഷക്കാലത്ത് വികാസം നേടിയിട്ടുള്ള ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായിരുന്നു നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഒരു രേഖ അവതരിപ്പിക്കുകയും അത് വിശദമായ ചർച്ചയ്ക്ക് ശേഷം സമ്മേളന നടപടിയുടെ ഭാഗമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കും. ജന്മനാടായ മൊറാഴയിലും MV ഗോവിന്ദന് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, വത്സൻ പനോളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P പുരുഷോത്തമൻ, TK ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.